ഈ 5 ദിവസം ഭഗവാൻ മകനാണ് അവിടെ ഇതിനു മുമ്പ് ധരിച്ച് അച്ഛൻ്റെ സംരക്ഷണത്തിനായിട്ട് കൂടെ വരാൻ തുടങ്ങുന്ന സമയത്താണ് മേൽശാന്തി വന്ന് ഭസ്മാഭിഷേകത്തിൽ അവിടെ ഇരുത്തുന്നത്. ആ ഒരു ആത്മീയ സൈഡിൽ നിന്ന് മാറി വൈകാരികമായ ഒരു മുഹൂർത്തത്തിലേക്ക്. അതെ, നമ്മൾ കരഞ്ഞു പോവും. ഭഗവാനുമായിട്ടുള്ള ഇന്ററാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഭഗവാൻ എഴുന്നേറ്റ് നമ്മുടെ കൂടെ വരുന്നു എന്ന് തോന്നും. 18 മണിക്ക് താഴെ തമ്പുരാൻ നമസ്കരിക്കുന്നു. തമ്പുരാൻ പിന്നെ വിഷമത്തോടാണ് ഇറങ്ങുന്നത്. മകനെ കണ്ട് വേറെ വരികയല്ലേ, ഉള്ളു പൊട്ടി പിന്നെ തിരിഞ്ഞു നോക്കിയില്ല, നേരെ ഇറങ്ങുകയാണ്. ഭക്തി എന്താണ്, ഭഗവാൻ എന്താണ്, നമ്മുടെ ആചാരങ്ങളുടെ ബലം എന്താണ്, ഇതൊക്കെ ശരിക്ക് മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ കൂടെ പോകുമ്പോൾ മാത്രമാണ്. 18 പടി കയറി അവിടെ എത്തുമ്പോൾ തത്വമസി എന്ന് പറയുന്ന തത്വമാണ് ഓരോ ഭക്തനിലേക്കും അവിടെ എത്തുന്നത്. എത്രയോ വലിയ ശക്തിയെയും നമ്മൾ നേരിട്ടത് നമ്മുടെ ആയുധം നാമജപമാണ്. ഇത് ഇവിടുന്ന് നഷ്ടപ്പെട്ട പിന്നെ പന്തളം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പക്ഷെ ഭഗവാന് സ്വർണത്തോടൊന്നും ഒരു ആഗ്രഹമില്ല. അയ്യപ്പൻ ഇപ്പോഴും ഇരിക്കുന്നത് ബ്രഹ്മചാരി സങ്കല്പത്തിൽ തപസ്സിലാണ്. ചില ദുഷ്ടശക്തികളുണ്ട് ഇതിന്റെ പുറകിലൊക്കെ. ഓരോ ഭക്തരുടെയും മനസ്സ് എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയുണ്ട്. അഭിഷേകം ചെയ്ത നെയ്വരം നമ്മൾ മോഷ്ടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാല് വലിയൊരു ഇത് തന്നെയാണ്. നമ്മുടെ 2018 കാലത്ത് ഇവരെല്ലാം സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുമുണ്ട്. അതൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു മനസ്സിൽ ഒരു വല്ലാത്ത വികാരമാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ തമ്പുരാൻ പറഞ്ഞല്ലോ, പല്ലക്കിലാണ് യാത്ര തുടങ്ങുന്നത്. അപ്പൊ ഈ യാത്രയിൽ എവിടേക്കാണ് പല്ലക്കിൽ സഞ്ചരിക്കുന്നത്? അതല്ലാതെ പല്ലക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നുകൊണ്ട് ഏതൊക്കെ വഴിയിലൂടെയാണ്? നമ്മുടെ എല്ലാ ഇവിടുന്ന് പന്തളത്തുനിന്ന് തിരുവാഭരണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും അടുത്ത് രാജശേഖര മണ്ഡപമുണ്ട് ഇവിടെ. അവിടെ നിന്നാണ് പല്ലക്കിൽ കയറുന്നത്. പല്ലക്കിൽ കയറി നമ്മുടെ കൈപ്പുഴ കൊട്ടാരത്തിൽ വലിയ തമ്പുരാട്ടിയുടെ നിന്ന് ഭസ്മം വാങ്ങണം, വാളും കൊടുത്ത് അനുഗ്രഹം വാങ്ങുക എന്നൊരു ചടങ്ങുണ്ട്. ആദ്യത്തെ ചടങ്ങ് അതാണ്. കൈപ്പുഴ കൊട്ടാരത്തിൽ അന്ന് അവിടെ തമ്പുരാട്ടിമാർ താമസിച്ചിരുന്ന കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിൽ 100 പേരിൽ കൂടുതൽ താമസിച്ചിരുന്നു. ഇപ്പോൾ ആരും താമസിക്കുന്നില്ല, ഇപ്പോൾ അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. എങ്കിലും വലിയ തമ്പുരാട്ടി അവിടെ വന്ന് ഈ രാജപ്രതിനിധിക്ക് ഉടവാൾ നൽകി അനുഗ്രഹിക്കുന്ന ചടങ്ങുണ്ട്. അത് ചടങ്ങ് കഴിച്ച ശേഷം അന്ന് അവിടെ പിന്നെ അവിടെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കും. വലിയ തമ്പുരാട്ടി രാജപ്രതിനിധിയെ അനുഗ്രഹിച്ച് സന്തോഷത്തോടു കൂടി വിടുകയാണ്. അപ്പോൾ അവിടെ തന്നെ ഒരു മണ്ണടി ഭഗവതി ഉണ്ട്. മണ്ണടി ഭഗവതി നമ്മുടെ അന്ന് പഴയ 16 കെട്ടിലുള്ള ഒരു കളരി ദൈവമാണ്, കളരി ദേവതയാണ്. അപ്പോൾ ദേവതയും തൊഴുത ശേഷം നമ്മൾ പഴയ 16 കെട്ടിന്റെ പടിപ്പുര ഇപ്പോഴും നിൽപ്പുണ്ട്. ആ പടിപ്പുരയുടെ വാതിൽ കൂടി 18 പടിയുണ്ട്. ആ 18 പടി ഇറങ്ങി വേണം രാജപ്രതിനിധി ശബരിമലയിലെ 18 പടി കയറാൻ. അപ്പൊ ഈ 18 പടി ഇറങ്ങിയ ശേഷം കുളനട ദേവീക്ഷേത്രത്തിന്റെ അടുത്തെത്തുമ്പോൾ വീണ്ടും പല്ലക്കിൽ കയറും തമ്പുരാൻ. അപ്പൊ ഇങ്ങനെ ഭക്തജനങ്ങൾ കൂടി നിൽക്കുന്ന ആ സ്ഥലങ്ങളിൽ മുമ്പായിട്ട് വീണ്ടും ഇപ്പൊ പല്ലക്കിൽ കയറിയാണ് അവിടെ ചെന്ന് വിഭൂതി കൊടുക്കുക. അതുപോലെ ശബരിമലയിൽ പോകുന്ന ഓരോ പോയിന്റ്സിലും ഇങ്ങനെ പല്ലക്കിലാണ് പോവുക. പണ്ട് പല്ലക്കിൽ പോയിരുന്നു, പക്ഷെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പല്ലക്കിൽ അവരെ കൊണ്ട് ഇത് എടുപ്പിക്കുന്നതൊക്കെ ഒരു തെറ്റായ പ്രചരണം വരും. ഇപ്പൊ ഈ കാല് കഴിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ തെറ്റായ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് കാരണമാവും. പക്ഷെ അതിനൊന്നും ഒരു സ്ഥാനമില്ല. ഇത് അതിൻ്റെതായ ആചാരത്തിന്റെ ഭാഗമായിട്ടാണ്. ഇത് എടുക്കാൻ തന്നെ അവർ വ്രതം നോറ്റ് ധാരാളം ആൾക്കാർ ഒന്ന് തൊട്ടോട്ടെ ഈ പല്ലക്കയിൽ ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞ് ഒത്തിരി ഭക്തജനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് നമ്മളൊരു 12 പേരടങ്ങുന്ന സംഘമാണ് തമ്പുരാന്റെ കൂടെ ഇതിനു വേണ്ടി പോകുന്നത്. ഈ തിരുവാഭരണം കൊണ്ടുപോകുന്ന സംഘത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്കറിയാം 30 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇപ്പൊ നമുക്കുള്ളത്. എങ്ങനെയാണ് ഈ സംഘത്തെ തിരഞ്ഞെടുക്കുന്നത്? ഒപ്പം തന്നെ അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങള്? ഇത് പന്തളം കൊട്ടാരത്തിന്റെ വക തിരുവാഭരണങ്ങളാണ്. അപ്പൊ ഈ തിരുവാഭരണങ്ങൾ പണ്ടൊക്കെ ഇവിടെ പന്തളത്ത് തന്നെ ചില കുടുംബക്കാരാണ്. ഇത്രയും ആൾക്കാരൊന്നും അന്നില്ല. അന്ന് കുറച്ച് പേര്, അതും കൂടുതൽ അവർക്ക് ഹെൽത്ത് ഉള്ളവരായിരിക്കും. പഴയ ആൾക്കാർക്ക് നല്ല സ്റ്റാമിന ഉള്ളവരാണ്. അപ്പൊ 5 6 പേരൊക്കെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ ഇത് ഇത്രയും നടന്നു പോകാൻ. അന്ന് ഇതുപോലെ സ്വീകരണങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ അത് 30 പേരാണ്. അത് പന്തളം കൊട്ടാരം നിർവാഹക സംഘമാണ് ഇതിന്റെ ചുമതല ഉള്ളത്. അവരാണ് ഈ തിരുവാഭരണ വാഹകരെ സെലക്ട് ചെയ്യുന്നത്. അവരുടെ മെഡിക്കലും എല്ലാം നോക്കും. അവരുടെ എല്ലാം നോക്കിയ ശേഷം അവരെ സെലക്ട് ചെയ്യുന്നത്. അതിൽ ഗുരുസ്വാമിക്കും അതുപോലെ ഇപ്പം പോയ ഗുരുസ്വാമി 90 വയസ്സായി. അദ്ദേഹം 72 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിന് പ്രായമായി പോകാൻ പറ്റാത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ അടുത്തൊരു ഗുരുസ്വാമിയെ നമ്മൾ ഒരു കൺസെൻസസിലൂടെ അവരുടെ സീനിയോറിറ്റി മാത്രമല്ല നോക്കുക, അവരുടെ എല്ലാ രീതിയിലുള്ള ഇതും നോക്കിയ ശേഷമാണ് ഇത്തവണത്തേക്ക് നമ്മുടെ ശിവൻകുട്ടി സ്വാമിയെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് കൊട്ടാരത്തിന്റെ ട്രസ്റ്റ്, കൊട്ടാരം ഭരണസമിതിയാണ് ഈ തിരുവാഭരണ വാഹകരെയും സെലക്ട് ചെയ്യുന്നത്. അത് ദേവസ്വം ബോർഡിലേക്ക് ലിസ്റ്റ് കൊടുത്ത് അങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ.
കൊട്ടാരം നിർവാഹക സംഘമാണ് ഇതിൻ്റെ എല്ലാം ഇപ്പോഴത്തെ നമ്മുടെ തിരുവാഭരണം സൂക്ഷിപ്പും അതിൻ്റെ ചുമതലകളും എല്ലാം. ഇപ്പൊ 3 പേടകത്തിലായിട്ടാണ് തിരുവാഭരണം സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നത്. അതെ അതെ. അപ്പൊ ഈ 3 പേടകത്തിൽ എന്താണ് എന്നുള്ള സംശയം ഇന്നും പലരിലും ഉണ്ട്. ഒരുപാട് പേർക്ക് അറിയാമെങ്കിലും ആർക്കും അത് വ്യക്തമായി അതിന്റെ അർത്ഥതലങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ അറിയാത്തവരുണ്ട്. അവർക്ക് അത് പറയാമോ? അതെ, നമ്മുടെ പ്രധാനമായിട്ട് ശബരിമലയിലേക്ക് പേടകങ്ങൾ 3 പേടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പെട്ടിയിലാണ്. അത് കൊടിപ്പെട്ടി എന്നാണ് പറയുക. അത് വലിയ പെട്ടിയാണ്. കൊടിപ്പെട്ടിയിൽ സാധാരണ ശബരിമലയിലെ ഈ മകരവിളക്കിന് എഴുന്നള്ളിപ്പിനുള്ള സാധനങ്ങളാണ് കൂടുതൽ. അതെ അതെ, പണ്ട് പൂജാപാത്രവും ഇവിടുന്നാണ് കൊണ്ടുപോവുക, വെള്ളി പൂജാപാത്രം വരെ. കാരണം അവിടെ ഒന്നുമില്ല. അത് കാനന ക്ഷേത്രം അന്ന് ഇതുപോലെ കുടിയിരുത്ത് പ്രതിഷ്ഠയായിരുന്നു പണ്ട്. അപ്പൊ ഷഡാധാര പ്രതിഷ്ഠ 51-ലാണ് വരുന്നത്. അവിടുത്തെ ക്ഷേത്രം തകർത്ത് 51-ലാണ് ഈ ഷഡാധാര പ്രതിഷ്ഠ വരിക. അപ്പൊ അതിനു മുമ്പുള്ള പൂജയ്ക്കും മാസപൂജയ്ക്കും ഒക്കെ ഉള്ളത്, വിശേഷാൽ പൂജകൾക്കൊക്കെയുള്ള പൂജാപാത്രം സഹിതം ആണ് ഇവിടുന്ന് പോവുക. അതാണ് ഈ പെട്ടിക്കകത്ത് അതും ഉണ്ടാവും. ഇപ്പോൾ അതല്ല. ഇപ്പോഴും നമ്മൾ ആനയ്ക്കുള്ള എഴുന്നള്ളിപ്പ്, അതുപോലെ 2 കൊടികൾ. ഈ കൊടികളൊക്കെ മലദേവങ്ങളെ സങ്കല്പിച്ച ഭഗവാൻ എപ്പോൾ എഴുന്നള്ളിയാലും ഈ 2 കൊടികൾ ഉണ്ടാവും. അതുപോലെ ഭഗവാന്റെ ഒരു യോദ്ധാസങ്കല്പത്തിലുള്ള ഇത് പ്രതിച്ച ജീവിത. ഇത് നമ്മൾ പെരുന്നാട്ടിലും ഈ ഉത്സവത്തിനിടയ്ക്ക് മകരവിളക്കിന് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ അവിടെ വലിയൊരു ഉത്സവമുണ്ട്, ഇത് ചാർത്തി. അന്നും അവിടെ എഴുന്നള്ളിപ്പുണ്ട്. എഴുന്നള്ളിപ്പിന് വേണ്ടിയാണ് ആ പെട്ടിയിലുള്ള സാധനങ്ങൾ കൊണ്ടുപോവുക, ശബരിമലയിലും പെരുന്നാട്ടിലും. പിന്നീട് 2ാമത്തെ പെട്ടിയിലാണ് നമ്മുടെ തങ്കക്കുടമാണ്. അത് തങ്കക്കുടം, അതിൻ്റെ കൺസെപ്റ്റ് ശബരിമലയിൽ ഭഗവാനെ നെയ്യഭിഷേകം കൊണ്ട് ശിരസ് ചൂടായിരിക്കുമ്പോൾ അച്ഛൻ പോയിട്ട് നമ്മൾ കളഭാഭിഷേകം നടത്തുകയാണ്, ചന്ദനം അഭിഷേകം. അതിനുള്ള തങ്കക്കുടം, ഏറ്റവും തങ്കക്കുടത്തിൽ അഭിഷേകം ചെയ്ത ഏറ്റവും വലിയ ഒരു പുണ്യമാണ്. നമ്മൾ സാധാരണ ചെമ്പുകുടമൊക്കെ എടുക്കും, എങ്കിലും ഏറ്റവും പ്രധാനവും ഏറ്റവും പവിത്രവും തങ്കക്കുടത്തിലാണ്. ഇപ്പൊ 24 ക്യാരറ്റ് ആണത്. അത് പോയി വരുമ്പോൾ ചളങ്ങിയിരിക്കും ചിലപ്പോൾ, ഫ്ലെക്സ് ഇതായിട്ട്. അതിനകത്ത് കോപ്പർ ഇല്ല. അപ്പൊ ആ തങ്കക്കുടത്തിലാണ് ചന്ദനാഭിഷേകം അച്ഛൻ ചെയ്യുന്നതാണ് മകന്റെ ശിരസ് തണുപ്പിക്കാനായിട്ട്. പിന്നീട് അവിടെ അഭിഷേകം ഇല്ല. ലാസ്റ്റ് അവസാനത്തെ അഭിഷേകമാണ്. നെയ്യഭിഷേകം കഴിഞ്ഞ് കൊട്ടാരത്തിൽ നിന്ന് ഇവിടുന്ന് നമ്മൾ മറയൂർ ചന്ദനം വാങ്ങി അരച്ചാണ് കൊണ്ടുപോവുക, ഒരു ഇതൊന്നും ചേർക്കാതെ. കാരണം ദേവസ്വത്തിൽ നിന്നോ സ്പോൺസേഴ്സ് ഒക്കെ തരുന്ന ചന്ദനം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു കാലത്ത് അതിനകത്ത് അസിഡിറ്റി കൂടി നെറ്റിയിൽ തൊട്ടിട്ട് പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പൊ കൊട്ടാരം തന്നെ നമ്മളത് മറയൂർ ചന്ദനം വാങ്ങി അരച്ച് ഇവിടുന്ന് കൊണ്ടുപോവാണ് മകര 5-നുള്ള കളഭാഭിഷേകം. അത് കൊട്ടാരത്തിന്റെ വകയാണ്. അത് കഴിഞ്ഞ് കളഭസദ്യ ഉണ്ടെന്ന്. അന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് കളഭസദ്യയും രാജാവിന്റെ വക, രാജപ്രതിനിധിയുടെ വക അവിടെ മാളികപ്പുറത്ത് വെച്ച് നടക്കും. ഈ മാളികപ്പുറത്ത് ഇരിക്കുന്നത് തന്നെ മണിമണ്ഡപത്തിലെ വിളക്ക് കണ്ടു വേണം തമ്പുരാൻ ഇരിക്കാനാണ്. അവിടുത്തെ വൈബ്രേഷൻസ് മുഴുവൻ, അവിടെ ചെയ്യുന്ന ഈ പവിത്രമായ ചടങ്ങുകളുടെ വൈബ്രേഷൻസ് മുഴുവൻ രാജപ്രതിനിധിക്ക് കിട്ടണം. അതുകൊണ്ടാണ് അവിടെ കഷ്ടപ്പാടൊക്കെ ഉണ്ട്, പഴയ രീതിയിൽ സൗകര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ തന്നെ രാജപ്രതിനിധി അവിടെയാണ്. ആ സ്ഥാനം മാറാൻ പാടില്ല. ഇപ്പോഴും അവിടുത്തെ ബാക്കിയെല്ലാം മാറ്റം വന്നെങ്കിലും ഈ 2 ബിൽഡിങ്ങിനും മാറ്റം ഉണ്ടായിട്ടില്ല. അത് പവിത്രമാണ് അവിടുത്തെ ആ സങ്കേതം. അതങ്ങനെ പെട്ടെന്ന് മാറ്റാനും പറ്റില്ല. പിന്നെ ഈ കളമെഴുത്ത് ഓരോ ദിവസം കഴിഞ്ഞിട്ട്, പൂജ കഴിഞ്ഞിട്ട് തമ്പുരാൻ ഈ കളം വായിക്കുന്നതിന് മുമ്പ് മണിമണ്ഡപത്തിൽ തമ്പുരാന് മാത്രമേ കയറി കാണാൻ സാധിക്കുകയുള്ളൂ. മറ്റവരെ ആരും എൻട്രി ഇല്ല. ഒരു ഭക്തരെയും കേട്ടാറില്ല. അപ്പൊ തമ്പുരാനും പന്തളത്തെ കൊട്ടാരത്തിലെ അംഗങ്ങൾക്ക് മാത്രം വായിക്കുന്നതിന് മുമ്പ്, കളം വായിക്കുന്നതിന് മുമ്പ്, അത് ഓരോ ദിവസവും ഓരോ രൂപമാണ് അത് കാണാനുള്ള ഒരു ഭാഗ്യമുള്ളത്. അതൊക്കെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ. പിന്നീട് അതും പറയാം, നമ്മുടെ അടുത്ത ഇതിലേക്ക് പറയാം. ഈ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് കളഭം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഗുരുതിയാണ്. 6-ാം ദിവസം ഗുരുതി. ആ ഗുരുതിക്ക് വളരെ പ്രത്യേകതകളുണ്ട്. നമ്മൾ ഈ അവിടുത്തെ ഉത്സവ ആഘോഷങ്ങളുടെ ഇടയ്ക്ക് അവിടുത്തെ ഈ മലദേവതമാര്, അവിടുത്തെ വനദേവതമാര് അവരെല്ലാം കാട്ടിലേക്ക് മാറി നിൽക്കും. അപ്പൊ 6-ാം ദിവസം ഗുരുതിക്ക് ഇവരെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ശരംകുത്തി വരെ പോകും. ശരംകുത്തി തന്നെ ഇവരെ ക്ഷണിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു ശബ്ദവുമില്ല. അതിനാണ് ഈ നിശബ്ദമായി മാളികപ്പുറത്തമ്മ സങ്കടത്തിൽ വരുന്നു എന്ന് പറഞ്ഞ ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്നത്. ശരിക്കും അതിന്റെ കൺസെപ്റ്റ് അതാണ്. അവിടുത്തെ മലദൈവങ്ങളെയെല്ലാം ദേവതമാരെ എല്ലാം വിളിച്ച് പിറ്റേ ദിവസം ഗുരുതിക്ക് ക്ഷണിച്ചിട്ട് ഭഗവാൻ വരികയാണ്. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവര് ഇങ്ങോട്ട് വരില്ല. അതാണ്, വളരെ സൈലന്റ് ആയിട്ട് വരും. 6-ാം തീയതി ഈ ഗുരുതി കഴിഞ്ഞ ശേഷം അവിടെ ആരും നിൽക്കാനും പാടില്ല. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഗുരുതി കാണാൻ വേണ്ടി വരുന്നുണ്ട്. പണ്ട് ഈ മകരവിളക്ക് കഴിഞ്ഞാൽ പിന്നെ ആരും അവിടെ അധികം കാണില്ല പണ്ടത്തെ കാലത്ത്.
ഇപ്പൊ അങ്ങനെയല്ല, മാളി നിറച്ച ആൾക്കാർ ഗുരുതിയും കാണുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രത്യേകിച്ച് മാധ്യമങ്ങളും നമ്മുടെ ദൃശ്യം ഇതെല്ലാം, പ്രത്യേകിച്ച് ജനം TV എല്ലാ ദിവസവും സംപ്രേഷണം ചെയ്യുന്നുണ്ടല്ലോ, എല്ലാം ദീപാരാധന ഉൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും ശബരിമലയിലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭക്തജനങ്ങൾക്കെല്ലാം അത് വലിയൊരു ആശ്വാസമാണ്. ഇപ്പോഴും അവിടെ ദീപാരാധന സമയത്ത് പ്രായമായവരെല്ലാം ജനം TVയുടെ മുന്നിൽ തൊഴാറുണ്ട്. തീർച്ചയായിട്ടും എന്റെ വീട്ടിലൊക്കെ അച്ഛമ്മ ആ സമയമാകുമ്പോ അവർക്ക് അവിടേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ അത് കാണാൻ പറ്റുന്ന ഒരു ഭാഗ്യല്ലേ. അതാണ് ആ ദീപാരാധന സമയം. പിന്നെ നമ്മുടെ 2018 കാലത്ത് ഇവരെല്ലാം സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുമുണ്ട്. കാരണം ആചാര ലംഘനങ്ങൾ നടക്കുമ്പോൾ അതൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു മനസ്സിൽ ഒരു വല്ലാത്ത വികാരമാണ്. അത് സജീവമായി പങ്കെടുത്തുകൊണ്ടാണ് നമുക്ക് അന്നത്തെ കാലത്തെ ആ ചിന്തകൾ വരുന്നത്. പിന്നെ ഈ ഗുരുതി കഴിഞ്ഞാൽ അത് ആരും അവിടെ താമസിക്കാൻ പാടില്ല. പിന്നെ ഗുരുസ്വാമിമാരോട് സംസാരിച്ചപ്പോ ഗംഗാധരൻ ഗുരുസ്വാമി പറഞ്ഞിരുന്നു അത് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു അന്തരീക്ഷം തന്നെ മാറുകയാണ്. അത് പ്രത്യേക ചില ശബ്ദങ്ങളും ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. ആ അന്തരീക്ഷം തന്നെ മാറുക അവിടെ. അന്ന് അതുവരെ ഒന്നും ഇല്ലാത്ത ഒരു പ്രത്യേക കാറ്റും അതൊക്കെയുണ്ട് അവിടെ. ചിലപ്പോൾ പരുന്തും കാണാറുണ്ട്, രാത്രിയിലാണെങ്കിലും പരുന്തിന്റെ സാന്നിധ്യവും ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ആരും അവിടെ നിൽക്കാതെ വരിക. തമ്പുരാനാണ് ഏറ്റവും അവസാനം ഇറങ്ങുക. എല്ലാവരെയും അവിടുന്ന് മാറ്റിയ ശേഷം രാജപ്രതിനിധി അവിടുന്ന് ഇറങ്ങി ആ ഗേറ്റ് അടച്ച് തിരിച്ചു വരികയാണ്. പിന്നെ അവിടെ ഭൂതഗണങ്ങളുടെ ആവാസമാണ്. ഭൂതഗണങ്ങൾക്ക് കൊടുക്കുന്ന ഇതാണ് ഒരു അവസാനത്തെ ചടങ്ങാണ്. ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് കാലത്തെ ഏറ്റവും അവസാനത്തെ പവിത്രമായ ചടങ്ങാണ്. അതോടെ ഇവിടെ ഈ സാധാരണ ഭക്തർക്കുള്ള ചടങ്ങുകളെല്ലാം പൂർത്തീകരിക്കും. പിന്നെ 7-ാം തീയതി മകരം 7, അതായത് ജനുവരി 20 വരും. അന്ന് കാലത്തെയാണ് തിരുവാഭരണം ഇങ്ങോട്ട് വരിക, ഇറങ്ങുക. ഗണപതി ഹോമം കഴിഞ്ഞ് തിരുവാഭരണം ഒക്കെ ആയിട്ട് പന്തളത്തേക്ക് അവരിറങ്ങും. പക്ഷേ തമ്പുരാൻ ഏറ്റവും അവസാനം ആണ് ഇറങ്ങുക. അവിടെ അന്ന് അയ്യപ്പനുമായിട്ട് നേരിട്ട് രാജപ്രതിനിധി മേൽശാന്തി വരെ മാറി നിൽക്കും. വാതിലിൻ്റെ സൈഡിൽ മാറി നിന്നിട്ട് നേരിട്ടുള്ള ഇൻട്രാക്ഷനാണ്. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ കൊട്ടാരവും എല്ലാം അതിനകത്ത് വരും. നമ്മുടെ ജനങ്ങളും നമ്മുടെ സമൂഹവും എല്ലാം ഭഗവാനോട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. എല്ലാം ഭഗവാൻ ഇവിടുന്ന് പോയ ശേഷം എന്തൊക്കെ സംഭവിച്ചു, ഇവിടെ നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ സനാതന ധർമ്മത്തിലും എന്തൊക്കെ സംഭവിച്ചു, ഭഗവാനെ സംരക്ഷിക്കാൻ നമ്മുടെ വിഷമങ്ങൾ നമുക്ക് പറയാം. കുടുംബത്തിൽ കൂടുതലും അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ, ഒരു കുറച്ച് സമയം, ഒരു 10 മിനിറ്റോളം നമുക്ക് ഭഗവാനുമായിട്ട് നേരിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ അച്ഛൻ്റെ കൂടെ വരുന്നു എന്നുള്ള സങ്കല്പത്തിൽ എഴുന്നേക്കാൻ തുടങ്ങും. അപ്പോൾ ആണ് മേൽശാന്തി വന്ന് ഭസ്മം കൊണ്ട് അവിടെ ഇരുത്തുകയാണ്. വില്ലുമമ്പും ധരിച്ചാണ് പണ്ട് അങ്ങനെയാക്കി കിട്ടുക. വില്ലുമമ്പ് ധരിച്ച് അച്ഛൻ്റെ സംരക്ഷണത്തിനായിട്ട് കൂടെ വരാൻ തുടങ്ങുന്ന സമയത്താണ് മേൽശാന്തി വന്ന് അവിടെ ഭസ്മാഭിഷേകത്തിൽ അവിടെ ഇരുത്തുന്നത്. എന്നിട്ട് നടയടച്ച് താക്കോല് തമ്പുരാൻ ഏൽപ്പിക്കും. തമ്പുരാൻ അതുമായിട്ട് പ്രദക്ഷിണത്തോട് മേൽശാന്തി മുന്നിലിറങ്ങും. തമ്പുരാൻ ഏറ്റവും പുറകിലിറങ്ങി എല്ലാവരെയും 18-ാം പടിക്ക് താഴെ ആക്കിയ ശേഷം 18-ാം പടി ഇറങ്ങി 18-ാം പടി അടച്ച് താഴെ വന്ന് ഗേറ്റ് അടച്ചിട്ടാണ് ഇത് മേൽശാന്തിയുടെ കയ്യിൽ കൊടുക്കുക താക്കോല്. അടുത്ത മാസം വേണ്ട പോലെ ചെയ്യണം, പൂജകളെല്ലാം ആചാരപരമായിട്ട് ചെയ്യണം. അപ്പം മേൽശാന്തി അവിടുന്ന് ആ വർഷത്തെ എല്ലാം കിട്ടിയ ചെലവ് കഴിഞ്ഞ് ബാക്കി തുകയായ ഒരു കിഴി തമ്പുരാന് തരും. അപ്പോൾ തമ്പുരാൻ അത് വാങ്ങി വെച്ചിട്ട് അടുത്ത മാസത്തേക്ക് ചെലവിന് ഒരു കിഴി കൊടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് മേൽശാന്തിയും തമ്പുരാനും ആദി ശാസ്താവിനെ നമ്മൾ നമസ്കരിക്കുകയാണ്. അവിടെ ആദ്യത്തെ 18-ാം പടിയുടെ താഴെ തമ്പുരാൻ നമസ്കരിക്കുകയുള്ളൂ. കാരണം ഈ 5 ദിവസം ഭഗവാൻ മകനാണ് അവിടെ. അപ്പോൾ അച്ഛൻ മകനെ നമസ്കരിക്കാൻ പാടില്ല. അപ്പോൾ 5-ാം ദിവസം നമ്മൾ ധ്യാനത്തിലിരുത്തി കഴിയുമ്പോഴത്തെ ആ ശാസ്താവിൻ്റെ ചൈതന്യം വന്നു. അപ്പോൾ ആദി ശാസ്താവിനെ 18-ാം പടിയിൽ നമസ്കരിച്ചിട്ടാണ് തമ്പുരാൻ പിന്നെ വിഷമത്തോടാണ് ഇറങ്ങുന്നത്. മകനെ കണ്ട് വേർപിരിയല്ലേ, ഉള്ളു പൊട്ടി പിന്നെ തിരിഞ്ഞു നോക്കിയില്ല, നേരെ ഇറങ്ങുകയാണ്. അവിടെ വലിയൊരു വികാരഭരിതമായ ഒരു രംഗമാണത്. ഞാൻ ചേട്ടനൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കരഞ്ഞു പോവും ഭഗവാനുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ. ഭഗവാൻ എഴുന്നേറ്റ് നമ്മുടെ കൂടെ വരുന്നു എന്ന് തോന്നും. അത്രമാത്രം ഒരു വൈകാരികമായ ഒരു അവസരമാണത്. പിന്നെ വന്ന് നമ്മൾ 20-ാം തീയതി ലാഹ എസ്റ്റേറ്റിൽ അവിടെ ക്യാമ്പ് ചെയ്യുന്നു. 21-ാം തീയതിയാണ് ഈ പെരുന്നാട്ടിലെ വലിയ ഉത്സവം. സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയമാണ് അവിടെ. ഭഗവാനെ അന്ന് സ്ത്രീകൾക്ക് കാണാൻ അവസരം കിട്ടുന്നതും ആ തിരുവാഭരണം ചേർത്ത് ശബരിമലയിൽ പോകാൻ പറ്റാത്തവർക്ക് അവിടെയാണ് അതിനുള്ള സമയം. രാത്രി 2 മണി തൊട്ട് രാത്രി 2 മണി വരെ. എന്നാലും തീരില്ല, അത്രമാത്രം ആൾക്കാരായിരിക്കും. പിന്നെ 3-ാം ദിവസം നമ്മൾ ആറന്മുള കൊട്ടാരത്തിലാണ് രാത്രിയിൽ. 4-ാം ദിവസമാണ് ഇവിടെ എത്തുക. അതായത് 23-ന് തിരിച്ച് പന്തളത്തെത്തും. അങ്ങനെയാണ് അതിൻ്റെ ഒരു റൂട്ട്. ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ ഇത്രയും ദിവസം പോയതിൻ്റെ ക്ഷീണമൊക്കെ അറിയുന്നത്. നമ്മൾ ഉടപാട് സമർപ്പിച്ച് കഴിയുമ്പോൾ ഈ തരുന്ന ഉടപാട് തിരിച്ച് ഇവിടെ വെക്കുമ്പം അപ്പോഴാണ് നമ്മളൊക്കെ ആ പഴയ നമ്മുടെ ഒരു എന്താണ് എല്ലാം അറിയുന്നത്.
അതുവരെ ആ ഒരു ഭഗവാന്റെ ചൈതന്യത്തിലാണ് പോകുന്നത്. വലിയൊരു അനുഭവമാണ് ഇത്. ഞാൻ അനുഭവിച്ചതല്ലെങ്കിലും പറഞ്ഞു കേട്ടിട്ടേ. അപ്പൊ ഇനി എൻ്റെ അനുഭവം എങ്ങനെയാണെന്നുള്ളത് ഭഗവാൻ അത് തരും തീർച്ചയായിട്ടും. നമ്മുടെ മനസ്സിൽ ഈ പ്രാർത്ഥനയുമായിട്ടാണ് പോകുന്നത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവർക്കും നന്മ വരുത്തണം. അതാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ആ ഒരു ആപ്തവാക്യം ഉള്ളിൽ ധരിച്ചുകൊണ്ട് ഈ നവാക്ഷരി മന്ത്രം എന്നും ഉരുവിട്ടുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ പോയി നമ്മൾ പ്രസാദം കൊടുക്കുമ്പോഴും വിഭൂതി കൊടുക്കുമ്പോഴും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് കൊടുക്കുന്നത്. അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറണം. അവരുടെ സങ്കടങ്ങൾ ഒത്തിരി പറയും അവർ. പല പല പ്രശ്നങ്ങളാണ് ഇതിന് പോകുമ്പോൾ. അപ്പം നമ്മൾ അതിനെല്ലാം അപ്പോൾ തോന്നുന്ന പരിഹാരം നിർദ്ദേശിക്കും. അപ്പോൾ ചിലപ്പോൾ പറയും, നിങ്ങൾ അടുത്ത വർഷം ഇതിൻ്റെ കൂടെ വരുമ്പോൾ തമ്പുരാന് ഒരു നെയ്ത്തേങ്ങ ഉഴിഞ്ഞു വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു രൂപ വെച്ച് നമ്മൾ പൂജയ്ക്ക് വേണ്ടി കൊടുക്കുക. അങ്ങനെയുള്ള അപ്പോൾ തോന്നുന്നതാണ് പറയുക. അത് സത്യമാകുകയും അതെ അനുഭവം ആകുകയും ചെയ്യും. അടുത്ത വർഷം അവർ വരും. ഇങ്ങനെയൊക്കെയായി നമുക്ക് നമ്മുടെ പ്രാർത്ഥന, അവരുടെ അസുഖം മാറി. ഇന്നവരൊക്കെ നമുക്കൊരു വലിയൊരു സന്തോഷമാണ്. അങ്ങനെ കേൾക്കാം നമുക്ക്. ഇതിൻ്റെ കൂടെ പോകുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ എന്താണ് ആ ഭക്തി, എന്താണ് ഭഗവാൻ, എന്താണ് നമ്മുടെ ആചാരങ്ങളുടെ ബലം, എന്താണ് ഈ തീർത്ഥാടനം. ഇതൊക്കെ ശരിക്ക് മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ പോകുമ്പോൾ മാത്രമാണ്. ഇപ്പോ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അച്ഛൻ മകന്റെ അടുത്ത് നിന്ന് തിരിച്ചു വരുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷത്തില് നമുക്കിപ്പോ ആ ഒരു ആത്മീയ സൈഡിൽ നിന്ന് മാറി വൈകാരികമായ ഒരു മുഹൂർത്തത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ ആയി മാറുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു വികാരങ്ങളെ എങ്ങനെയാ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്? അല്ല, അതാണ് നമ്മൾ നാമം ജപിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. അങ്ങോട്ട് പോകുമ്പോഴും നാമം ജപിച്ചാ വരുന്നത്. അപ്പൊ ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും നമുക്ക് വിട്ടുപോയേ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളെ എല്ലാവരെയും വേണ്ടപ്പെട്ട എല്ലാ സുഖങ്ങളും ത്യജിച്ച് പോണ ഒരു ദിവസം. അപ്പം നമുക്ക് അതിനെ ഒന്നും അങ്ങനെയുള്ള വികാരങ്ങളെ അടക്കിയാണല്ലോ പോകുന്നത്. നമ്മൾ ഈ 40 ഇതിന് പോകുമ്പോൾ തയ്യാറെടുക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു പ്രാക്ടീസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളിലും ഒന്നിലും ആരോടും ദേഷ്യപ്പെടാൻ പാടില്ല, ആരോയും വഴക്ക് പറയാൻ പാടില്ല. എല്ലാം ഒരു മിതത്വത്തോടു കൂടി പോകണം. നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഒരു മാറ്റങ്ങൾ വരികയാണ്. അതാണ് നമ്മുടെ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞിട്ട് നമ്മുടെ സ്വാമിമാർക്കും നമ്മുടെ നാട്ടിലും വേണ്ടതും അതാണ്. ഈ 2 മാസം പോരാ ശരിക്ക്. ഇത് ജീവിതത്തിൽ കുടുംബങ്ങളിലെല്ലാം ഇതിൻ്റെ ആ ഒരു ഇഫക്റ്റ് വരണം. പ്രത്യേകിച്ചും നമ്മുടെ ഹൈന്ദവ ഭവനങ്ങളിൽ അയ്യപ്പ ധർമ്മം നമ്മൾ ശരിക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ആ തത്വങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ശരിക്കും പറയാം. അതാണ് അയ്യപ്പ സ്വാമി. ഈ ലോകത്തിലെ ഒത്തിരി ഭഗവാന്മാരുണ്ടെങ്കിലും ഈ ഇത്രമാത്രം ഭക്തർ അവിടെ വരുന്നതിൽ ആ ഒരു രഹസ്യവും അത് തന്നെയാണ്. അവരുടെ അനുഭവവും എല്ലാം ഒരു ഏകഭാവവും എല്ലാം തന്നെ അതാണ്. ഇപ്പൊ നമ്മള് ശബരിമലയിലേക്ക് പോകുമ്പോ നമ്മൾ ഭഗവാനെ കാണാൻ വേണ്ടി പോവുകയാണ്. 18 പടി കയറി അവിടെ എത്തുമ്പോ തത്വമസി എന്ന് പറയുന്ന തത്വമാണ് ഓരോ ഭക്തനിലേക്കും അവിടെ എത്തുന്നത്. കാരണം ഞാൻ നീയാകുന്നു എന്നാണ് പറയുന്നത്. അത് ഏറ്റവും ആ ഉപനിഷത്ത് വാക്യം അതവിടെ വന്ന് അതാണ് അതിന്റെ തത്വം. അയ്യപ്പ തത്വത്തിന്റെ ഏറ്റവും കാതലായ ഭാഗവും അത് തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ എല്ലാം അയ്യപ്പന്മാരാണ്. എല്ലാ അയ്യപ്പൻ പേരെല്ലാം ചേർത്ത്, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സ്വാമിയാണ്. എല്ലാം സ്വാമി. ഒരു ഈശ്വരനെ നമ്മൾ അങ്ങനെ പേരെടുത്ത എല്ലാവരും ഈശ്വരന്മാർ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പോവുക. എല്ലാവരും ഒന്നാണ്. ആ ഒരു ശക്തിയാണ്. ഞാൻ തന്നെ ഭഗവാൻ തന്നെയാണ്, അതും ഭഗവാന്റെ രൂപം തന്നെ. അങ്ങനെ ഒരു കൺസെപ്റ്റ് വേറെ എങ്ങും ഇല്ല നമുക്ക്. അത് ആ തത്വമാണ് നമ്മളെ അയ്യപ്പനെ ഒരു ഇത്രയും ഇതാക്കുന്നത്, ജനകീയനാക്കുന്നത്. അതാണ് ആ തത്വം. ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല. ആരോടും ഒരു വിദ്വേഷമില്ല. ഭഗവാൻ തന്നെയാണ്. നിങ്ങളും ഭഗവാൻ, ഞാനും ഭഗവാൻ. ആ ഒരു സമത്വം അത് ഏറ്റവും വലിയ ഒരു മഹനീയമായ തത്വമാണ്. നമുക്കറിയാം, കലിയുഗ വരദനാണ് അയ്യപ്പൻ. നമ്മൾ ജീവിക്കുന്നത് ഇന്ന് കലിയുഗത്തിലാണ്. കലിയുഗത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നാമജപമാണ്. അപ്പൊ ശബരിമലയെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരണമന്ത്രങ്ങൾ മുഖരിതമാണ് ശബരിമല എന്നും. അപ്പൊ അത് ഉണ്ടാക്കുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട് സന്നിധാനത്താണെങ്കിലും, ഇപ്പൊ തിരുവാഭരണ ഘോഷയാത്രയുടെ ആ യാത്രയിലാണെങ്കിലും. അപ്പൊ എത്രത്തോളം അത് ഇന്നത്തെ തലമുറയെ നല്ലൊരു രീതിയിലേക്ക് നയിക്കാൻ, അല്ലെങ്കിൽ ഈ കലിയുഗത്തിന്റെ ദോഷവശങ്ങളെല്ലാം മാറ്റി നല്ലൊരു വശം ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുമെന്നാണ് തമ്പുരാൻ കരുതുന്നത്. തീർച്ചയായിട്ടും അതാണ് വേണ്ടതും. കാരണം ആ ഒരു ജീവിത രീതി കലിയുഗത്തില് നാമജപം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നാമജപത്തിന്റെ ശക്തി ഞങ്ങൾ പന്തളത്ത് തന്നെ തുടങ്ങിയത്. എത്രയോ വലിയ ശക്തിയെയും നമ്മൾ നേരിട്ടത് നമ്മുടെ ആയുധം നാമജപമാണ്. ആ നാമജപത്തിന്റെ ശക്തിയാണ് പലരും അതിന്റെ താഴെ കീഴടങ്ങി. അപ്പോൾ അത് വലിയൊരു ശക്തിയാണ്. ആ ശക്തി മാത്രമല്ല, തീർത്ഥാടനത്തിൽ നമ്മൾ ഒരു അയ്യപ്പന്മാർ ഒരുമിച്ചാണ് പോകുന്നത്. ഒരു ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ സംഘം ചേർന്നാണ് പോവുക. ആ സംഘത്തിൻ്റെ എപ്പോഴും ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. ആ പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചാണ് ഒരു ശ്രദ്ധ. കാരണം ഭഗവാനെ മാത്രം വീക്ഷിച്ച്
ശരണം വിളിച്ചുകൊണ്ടുള്ള ആ ഒരു പോക്ക് അവരുടെ ഒരു നല്ല ശക്തിയാണ്. ആ ശക്തിയാണ് ശരിക്ക് എല്ലാത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കും. നമ്മൾ പോയി വരുമ്പോൾ അതാണ് ശക്തമായ വ്രതമെടുത്ത് പോകുമ്പോൾ അതിൻ്റെ അനുഭവം നമുക്കുണ്ടാവും. നമുക്ക് വെറുതെ പോയി അവിടെ പോയിട്ട് വെച്ച് ഭഗവാനൊന്നും കിട്ടാൻ പോകുന്നില്ല. നമുക്ക് എന്താ കിട്ടേണ്ടത് അത് നമ്മൾ നഷ്ടപ്പെടും വ്രതം എടുക്കാതെ പോയാൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വ്രതമെടുത്ത് ആചാരങ്ങൾ പാലിച്ച് തന്നെ പോകണം. ശബരിമല എന്നും ആ പവിത്രമായി തന്നെ നിലനിൽക്കുകയും വേണം. കാനന ക്ഷേത്രമാണ്. അതിൻ്റെ ആ ഒരു പവിത്രത കാത്തു സൂക്ഷിക്കുക അത് ഭക്തരെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടതാണ്. ഉള്ള മരമൊക്കെ വെട്ടി നാശമാക്കി അത് പറഞ്ഞില്ലേ പ്രകൃതിയോട് ഇണങ്ങിച്ചേരാൻ ഭഗവാൻ കണ്ടുപിടിച്ച സ്ഥലവും അത് തന്നെയാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഭഗവാൻ പോയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ സ്വാമിമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവര് പറയും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വലിയ വലിയ ഹോട്ടലുകളോ അല്ലെങ്കിൽ അത്രയും സൗകര്യങ്ങളോ ഒന്നും അല്ല നമുക്ക് വേണ്ടത്. അവിടെ ഒന്ന് എത്തി വിരിവെച്ച് കിടന്നുറങ്ങുക, അത് അയ്യന്റെ മുന്നിൽ ഇരുന്ന് നാമം ജപിക്കാൻ പറ്റുക, കുറച്ചു നേരം സമാധാനത്തോടെ അവിടെ നിൽക്കാൻ സാധിക്കുക, അതാണ് ഓരോ ഭക്തരുടെയും ഒരു ആഗ്രഹം. അല്ലാതെ അവിടെ ഒരു ലക്ഷറിയസ് ലൈഫ് ഒന്നും ആഗ്രഹിച്ചു പോകുന്നവരല്ല ശബരിമലയിലേക്ക്. അത് പലരും നമ്മൾക്കറിയാം കോടീശ്വരന്മാരായിരിക്കാം ഇതിൻ്റെ കൂടെ വരുന്നത്. നമുക്കറിയില്ല അവർ കോടീശ്വരനാണോ പാവങ്ങളാണോ എന്ന്. പക്ഷെ അവരുടെ ജീവിത രീതി അവിടെ ചെന്നുമ്പോൾ അവർ കിടക്കുന്നതും എല്ലാം സാധാരണ ഭക്തരെല്ലാം ഒരുമിച്ച് കിടക്കുന്നു. നമുക്ക് ഇവിടെ തന്നെ പന്തളത്ത് വരുമ്പോൾ തന്നെ അറിയാം ഒന്നുമില്ല, വെറുതെ തറയിലാണ് കിടക്കുന്നത്, മണ്ണിലാണ് കിടക്കുന്നത്. വലിയ കോടീശ്വരന്മാരായിരിക്കാം. അതുപോലെയാണ് ശബരിമലയിലും. അവിടെ ഉച്ചനീചത്വങ്ങളൊന്നും ഇല്ല. ആ ഒരു സങ്കല്പം മനസ്സിൽ ആ ഭഗവാന്റെ ഒരു ഇത് തന്നെയാണ്, അനുഗ്രഹം തന്നെയാണ്. ഇവർക്ക് യാതൊരു ദോഷവും വരില്ല. അങ്ങനെ നമ്മൾ ആ വ്രതം എടുത്ത് ഭഗവാനെ ഉള്ളിൽ ഉറപ്പിച്ച് തന്നെ പോവുക, അതാണ് ഏറ്റവും ശക്തി. നമ്മുടെ സമൂഹത്തിനും അങ്ങനെ തന്നെ അത് മുന്നോട്ട് പോയാൽ ആ അയ്യപ്പ തത്വത്തിൽ കൂടിയുള്ള ജീവിതം തീർച്ചയായിട്ടും അഭിവൃദ്ധി തന്നെ വരുള്ളൂ. അത് കേരളത്തിന്റെ ഇപ്പോൾ തന്നെ കേരളത്തിന്റെ മുഴുവൻ അഭിവൃദ്ധി അയ്യപ്പനാണ്. ശരിക്കും കേരളത്തിലെ ഏത് ഇതിൽ നോക്കിയാലും അയ്യപ്പൻ ഉണ്ടായത് കൊണ്ടാണ് ഇത്രമാത്രം, ശബരിമല ഉണ്ടായത് കൊണ്ടാണ് ഇത്രമാത്രം. അത് സംരക്ഷിക്കുകയാണ് വേണ്ടത്. അതിന് ദേവസ്വം ബോർഡൊക്കെ എനിക്ക് തോന്നുന്നില്ല, ദേവസ്വം ബോർഡൊക്കെ പണ്ട് ഉദ്ദേശിച്ചിരുന്നത് അത് വേണ്ട രീതിയിൽ പോയിരുന്നു. ഇപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ അതിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഉള്ള സംഭവങ്ങളെല്ലാം തന്നെ അതൊക്കെ വളരെ ദൗർഭാഗ്യകരമാണ്. പക്ഷെ ഭഗവാന് സ്വർണത്തോടൊന്നും ഒരു ആഗ്രഹമില്ല. അയ്യപ്പൻ ഇപ്പോഴും ഇരിക്കുന്നത് ബ്രഹ്മചാരി സങ്കല്പത്തിൽ തപസ്സിലാണ്. പിന്നെ ആകെ അണിയുന്നത് അച്ഛന് കൊടുത്ത വാക്കാണ്. അത് ഇപ്പോഴും 1000 വർഷത്തോളമായി നിരന്തരമായി പോകുന്ന ഈ ഒരു സാധന, ഈ ഒരു തീർത്ഥയാത്ര ഇപ്പൊ 12-ാം തീയതി ഇവിടെ തുടങ്ങുകയാണ്. ഈ തിരുവാഭരണമാണെങ്കിൽ പോലും അതും ദേവസ്വത്തിന് കൈമാറണം, അല്ലെങ്കിൽ ആ ഒരു അധീനതയിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുള്ള വാദങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അത് പറഞ്ഞ അതാണ് നമ്മുടെ പന്തളം കൊട്ടാരത്തിന്റെ ഭഗവാനുമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധത്തിന്റെ പ്രത്യക്ഷ തെളിവാണ് തിരുവാഭരണം. ആ തിരുവാഭരണം കിട്ടിയാൽ പിന്നെ പന്തളം കൊട്ടാരം, അതും പോയി കഴിഞ്ഞാൽ പന്തളം കൊട്ടാരം ഇല്ല. പിന്നെ ഭഗവാൻ നമ്മുടെയാണ്. ഭഗവാനെ അണിയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭഗവാൻ തന്ന ഒരു നിയോഗം പോലെ നമ്മുടെ ഒരു എന്താണ് പറയുക, നമ്മുടെ ആ ഒരു ആഗ്രഹമാണ് ഭഗവാനെ ആഭരണഭൂഷണമായിട്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് നഷ്ടപ്പെട്ടാൽ പിന്നെ പന്തളം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതൊരിക്കലും പണ്ടുകാലം തൊട്ടേ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ആഭരണങ്ങൾ. പക്ഷെ അന്ന് കാലം തൊട്ടേ അതിനുള്ള റെക്കോർഡുകളൊക്കെ ഉണ്ട് ഇപ്പോഴും പന്തളം കൊട്ടാരത്തിൻ്റെതാണെന്ന്. അതിനൊന്നും അവർക്കൊരു എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. കാരണം ഇതൊരു 1000 വർഷത്തോളം നടക്കുന്ന നീണ്ട പന്തളത്തു നിന്നുള്ള തിരുവാഭരണ യാത്ര അത് എന്ന് തുടങ്ങിയതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില ദുഷ്ടശക്തികളുണ്ട് ഇതിന്റെ പുറകിലൊക്കെ. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഭഗവാൻ തന്നെ വിചാരിക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം ഇപ്പോൾ ഇനി ഒരിക്കലും വിചാരിക്കുകയില്ല. ഇപ്പൊ നമ്മൾ ഭഗവാൻ ഓരോന്നായി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ ഭക്തരുടെയും മനസ്സ് എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയുണ്ട്. ഇപ്പൊ നെയ്യ് വരെ കക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തുക എന്ന് പറയുമ്പോഴേ, അത് നെയ്യെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും വലിയൊരു വഴിപാട് അവിടുത്തെ നെയ്യ് അഭിഷേകം എന്ന് പറയുന്നത്. നെയ്യ് അഭിഷേക പ്രിയനാണ്. അപ്പൊ അത് അഭിഷേകം ചെയ്ത നെയ്യ് വരെ നമ്മൾ മോഷ്ടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വലിയൊരു ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. വളരെ വിഷമമുള്ള ഭക്തജനങ്ങൾക്കെല്ലാം വളരെ വിഷമമുള്ള ഇവിടെ വന്ന് പറയാറുണ്ട്. പല ഭക്തജനങ്ങളും ശബരിമല പോയിട്ട് ഇവിടെ വന്ന് സങ്കടങ്ങൾ പറയാറുണ്ട്. അപ്പം ഞങ്ങളത് പറയും, ഞങ്ങളതിൻ്റെ കാര്യങ്ങൾ പറയും, അവരെ സമാധാനിപ്പിച്ച് വിടും. അവിടെ തൊഴാൻ പറ്റുന്നില്ല, അവർ ഒരു ഭയങ്കര 18-ാം പടി കയറുമ്പോൾ വലിച്ചു കൊണ്ടുപോവാണ്. അവരെ ശരിക്കും ഏറ്റുവിടുക വേണ്ടത്. അതിന് പകരം വലിച്ച് ഏച്ചൊക്കെ കൊണ്ടുപോകും. ചിലപ്പോൾ കാല് മുറിയും ചോര വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് സങ്കടങ്ങൾ പറഞ്ഞിരുന്നു, ഈ അടുത്തിടെ തന്നെ വന്നിരുന്നു. അപ്പം നമ്മളിതെല്ലാം ഭഗവാനോടടുത്ത് നേരിട്ട് ചെല്ലുമ്പോൾ പറയുക, എല്ലാം ഭംഗിയാക്കണം, എല്ലാവർക്കും ഒരു സൗഖ്യം ഉണ്ടാക്കണം എന്നാണ് നമ്മൾ പറയുക. പിന്നെ എന്തായാലും ഒന്നിനും മറുപടി കൊടുക്കാതിരിക്കാറില്ല അയ്യപ്പൻ എന്നുള്ളതാണ്. അതെ, എല്ലാത്തിനും പ്രത്യക്ഷമായിട്ട് കൊടുക്കുക. അത് കുറച്ച് വൈകിയാണെങ്കിലും എല്ലാം കാണുന്നുണ്ട്. അല്ലെങ്കിൽ കണ്ണടച്ച് തപസ്സിലിരിക്കുകയാണെങ്കിലും എല്ലാം അറിയുന്നവനാണ് ഭഗവാൻ. എല്ലാം അറിയും, എല്ലാവരെയും. അങ്ങനെ ഒരു ബോധം ഇതിൻ്റെ ഭരണകർത്താക്കൾക്ക് ഉണ്ടാകണം. ഇതെല്ലാം ഭഗവാൻ അറിയുന്നുണ്ട്.
എങ്കിൽ അത് കാര്യങ്ങൾ അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ തന്നെ കുറെ നന്നാവും കാര്യങ്ങൾ പ്രവർത്തനം. ചില മാറ്റങ്ങളൊക്കെ ഇപ്പൊ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കണ്ടതാണ്. അതെ അപ്പൊ അതൊക്കെ തിരിച്ചറിവിന്റെ ഇത് കൂടി ആകാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന വാർത്തകൾ വീണ്ടും പേടിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ്. പക്ഷെ ഭക്തജനങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോയ ഒരു ശക്തിയാണ്, ഭഗവാന്റെ ശക്തി ഭക്തജനങ്ങളാണ്. ഭക്തജനങ്ങൾ സ്ട്രോങ് ആയി നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റങ്ങൾ വരും തീർച്ചയായിട്ടും. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പന്തളം കൊട്ടാരം എന്നും അതിന് മുന്നിലുണ്ടാവും. നമുക്ക് ഭഗവാൻ അയ്യപ്പ സ്വാമി കഴിഞ്ഞേ ഉള്ളൂ എന്ത് കാര്യവും. പക്ഷെ അത് തന്നെയാണ് ഭക്തരുടെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത്. കാരണം 2018 ഇതിന് ആദ്യം മുന്നിൽ വന്നതും പന്തളം കൊട്ടാരമാണ്. മറ്റുള്ളവരെല്ലാം ഓരോ കാര്യങ്ങളിലും അവര് ഇത് പുറകിൽ നിന്നപ്പോഴും ആചാര സംരക്ഷണത്തിനായിട്ട് അന്ന് നാമജപവുമായിട്ട് ഒക്ടോബർ 2 2018 പന്തളത്ത് ഒരു അന്ന് വനിതകളായിരുന്നു ഏറ്റവും. ഞങ്ങളിതിൽ അത്ഭുതപ്പെട്ടു പോയി. 5000 പേരെ പ്രതീക്ഷിച്ചെടുത്ത് 10-80 1 ലക്ഷത്തോളം ആൾക്കാർ അവിടെ നാമജപത്തിന് വന്നു. ഇവിടെ തന്നെയാണ് ഇതിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഇവിടുത്തെ കൊട്ടാരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ജനങ്ങളായിരുന്നു, ഭക്തജനങ്ങളായിരുന്നു. അമ്മമാരെ സംബന്ധിച്ചിട്ട് അയ്യനെ ഒരു ഭയങ്കര വാത്സല്യമാണ് അമ്മമാർക്ക് അയ്യപ്പനോട്. കാരണം അവർക്ക് ഇപ്പോ നാട്ടിലൊക്കെ പോകുമ്പോ അമ്മമാരൊക്കെ കാത്തിരിക്കുകയാണ് ആ വയസ്സ് കഴിഞ്ഞ് അയ്യനെ ഒന്ന് കാണാൻ പോകാൻ വേണ്ടിയിട്ട്. ആ ഒരു മാതൃവാത്സല്യം അയ്യനോട് തോന്നുന്ന അമ്മമാരാണ് കേരളത്തിലുള്ളവര്. അതെ 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 അതാണ്. അത്രയും നമ്മുടെ മണികണ്ഠനാണ് ഞങ്ങളെ സംബന്ധിച്ചോളം. മണികണ്ഠൻ ഒരു 10-16 വയസ്സിൽ വരെ ഓടിക്കളിച്ച് പന്തളത്ത് നടന്ന മണികണ്ഠനാണ്. അപ്പൊ എപ്പോഴും ആ അങ്ങനെ ഒരു ചിന്ത, ആ ഒരു ചിരിയോടെ, പുഞ്ചിരിയോടുള്ള ആ ഒരു ശിശു, ഒരു ബാലനായിട്ടാണ് നമ്മൾ കാണുന്നത്. അമ്മമാർക്കൊക്കെ അതാണ് കൂടുതൽ ഒരു വാത്സല്യം. നമ്മുടെ ഉണ്ണികൃഷ്ണനോട് ചെയ്യുന്ന അവരോട് പ്രത്യേകതയുണ്ട്. കുട്ടി ആ ഒരു കുട്ടിത്വം അങ്ങനെയുള്ള. പിന്നെ തപസ്സിലാണ് ഇപ്പൊ അദ്ദേഹം ശാസ്താവ് എന്ന് പറഞ്ഞ ആദ്യ ശാസ്താവിലേക്ക് ലയിക്കുകയാണല്ലോ. ഇപ്പോഴും ആ ഒരു ചൈതന്യം, ഒരു ബാലചൈതന്യമാണ് അദ്ദേഹത്തിനുള്ളത്. ബാലശാസ്താവുണ്ട് ചിലരുണ്ട്, ശാസ്താവിന്റെ അവതാരത്തിൽ വരുന്നുണ്ട്. എന്തായാലും ഈ തിരുവാഭരണ ഘോഷയാത്ര എനിക്ക് ഉറപ്പായും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമായിരിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതാണ്. ഞാനിപ്പോൾ എന്തായാലും അതിനോടുള്ള ആ യാത്രയ്ക്ക് വേണ്ടതായ നമ്മുടെ മനസ്സിന്റെ ശക്തി, ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ നമ്മളെല്ലാം തയ്യാറായിട്ട് വേണം പോകാൻ. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഒത്തിരി പേര് നമ്മുടെ ഭക്തജനങ്ങൾ വരാറുണ്ട്. എല്ലാ ദിവസവും വന്ന് ഇങ്ങനെ രാജപ്രവൃത്തിയായി എന്ന് അറിഞ്ഞ ശേഷം അവർ വന്ന് നമസ്കരിച്ച് അവരുടെ സങ്കടങ്ങൾ പറയുക, അതിന് വേണ്ട പ്രാർത്ഥിക്കണം, ഭഗവാനോട് പറയണം. എന്തായാലും പിതൃസ്ഥാനീയനാണല്ലോ, അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ ഭഗവാൻ കേൾക്കാതിരിക്കില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് അവർക്ക്. തീർച്ചയായിട്ടും നമ്മളങ്ങനെ എല്ലാവർക്കും വേണ്ടി നമ്മുടെ പ്രാർത്ഥനയുണ്ടാവും. ഇതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ അതാണ്. നമ്മൾ എല്ലാവരെയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതിനകത്ത് ഇതൊന്നുമില്ല. എല്ലാവരും വരും. എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടി രാജപ്രവൃത്തി പോയി അയ്യപ്പ സ്വാമിയെ കാണുന്നതും പ്രാർത്ഥിക്കുന്നതും. എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം, ഇപ്പൊ പിതൃസ്ഥാനീയർക്കാണല്ലോ അയ്യനെ പോയി കാണാനുള്ള ഈ അമ്മയുടെ സ്ഥാനത്തിൽ അവര് ശബരിമലയിലേക്ക് വരണ്ടാന്ന് അയ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് അങ്ങ് പറഞ്ഞു. അപ്പൊ ഈ അമ്മമാർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാറുണ്ടോ? ഇല്ല, അമ്മമാർക്കുള്ളതെല്ലാം തന്നെ നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ പന്തളത്തുള്ള അയ്യപ്പൻ ശബരിമലയിലെ തുല്യമാണ്. ഞാൻ ഇവിടെ ഉണ്ട്, പിന്നെ എന്തിനാ അമ്മയൊക്കെ അങ്ങോട്ട് കഷ്ടപ്പെട്ട് വരുന്നത്? ഇവിടെ പറഞ്ഞാൽ മതി. പിന്നെ അമ്മമാരൊക്കെ നമുക്ക് വഴിപാടിന് തരും. അവരെ നമ്മളെ അനുഗ്രഹിച്ചു വിടുകയാണ് പോകാനായിട്ട്. അമ്മമാരെ അനുഗ്രഹിച്ചു വിടുകയാണ്. അവിടെ പോയി മകനെ കണ്ടിട്ട് വരൂ, ഞങ്ങൾ ഇവിടെ കാണുന്നുണ്ട്, എന്നാലും ശബരിമല പോയി കണ്ട് അനുഗ്രഹം വാങ്ങി വരൂ എന്നാണ് പറഞ്ഞു വിടുന്നത്. നമ്മുടെ വലിയ തമ്പുരാട്ടി ആണെങ്കിലും അങ്ങനെയാണ്. എന്തായാലും സുഖകരമായ ഒരു യാത്രയാകട്ടെ. ഉറപ്പായിട്ടും വലിയൊരു അനുഭൂതി ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വേളയാണ്. അത് അങ്ങനെ തന്നെ ആകട്ടെ എന്നുള്ളതാണ്. വലിയ സന്തോഷം. എന്തായാലും ജനൻ TV ഇങ്ങനെ വന്ന ഈ അവസരത്തിൽ ഇങ്ങനൊരു നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളെല്ലാം പ്രകടിപ്പിക്കുവാനും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വന്നതിൽ വലിയ സന്തോഷം. ഒരുപാട് നന്ദി. ഇത്രയും സമയം, ഇത്രയും തിരക്കുകൾക്കിടയിൽ, നമുക്കറിയാം ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ, അതിന്റെ ഓട്ടങ്ങൾക്കിടയിലും നമുക്കൊപ്പം ഇത്രയും സമയം പങ്കുവെച്ചതിന് സ്വാമി ശരണം. സ്വാമി ശരണം അയ്യപ്പ.